ഹലോ, എസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂട് വൃത്തിയാക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കൂടിനകത്ത് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സെറ്റ് ചെയ്തിരുന്നു. അത് സെറ്റ് ചെയ്ത സമയത്തെ വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറേ ആയായിരുന്നു. നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ലേറ്റായത് ഇത് സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രയോജനമാണ് കേട്ടോ കൂടിനകത്ത് ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കോഴികൾക്ക് വെള്ളം അതിലേക്ക് തന്നെ നേരിട്ട് എത്തിക്കോളും. അപ്പോൾ പിന്നെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഇതിനകത്ത് തന്നെ മരുന്നുകൾ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത വെള്ളം ഇതിനകത്തോട്ട് എത്തുന്നതുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂടിനകത്ത് ഒത്തിരി പൊടിയും അഴുക്കുമൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ചായി ഇത് നമ്മൾ ക്ലീൻ ആക്കിയിട്ട്. ഇപ്പോൾ ഇതിനകത്ത് വലിയ കോഴികളായിരുന്നു, അവരെ അപ്പുറത്തെ കൂട്ടിലോട്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ കുഞ്ഞു കോഴികളെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 2-3 ദിവസമായെങ്കിലും ആ സമയത്ത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് അതിന് ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ അവരെല്ലാവരെയും ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കറുത്ത ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ തറയിൽ വിരിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ആട്ടിൻകൂടായിരുന്നു, മുന്നേ ഉപയോഗിച്ചിരുന്ന കൂടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പലയ്ക്കിടയ്ക്കത്തൊക്കെ വിടവുള്ളത് കൊണ്ട് ഇത് നമ്മൾ നേരിട്ട് ഇതുപോലെ ചീവപ്പൊടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പലയ്ക്കുള്ളിൽ കൂടെ താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ചീവപ്പൊടി കുറച്ച് ഒരുപാട് പൊടിഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ ഈ പൊടി. ഇതല്ല നമ്മളിവിടെ സാധാരണ രീതിയിൽ ഇടുന്നത്. വേറെ ചീവപ്പൊടി നമുക്ക് മില്ലിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അന്ന് പോയ സമയത്ത് അത് അവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് മാത്രമാണ് ഉള്ളത്. നമ്മളിത് മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. ചെറിയ നനവ് കൂടിയുണ്ട് ഇതിനപ്പോൾ, അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് വേണം ഇത് കൂടിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ BV380 കോഴി കുഞ്ഞുങ്ങൾ 30 എണ്ണവും, പിന്നെ നമ്മുടെ കപ്പക്കോഴി ഇനത്തിൽപ്പെട്ട 10 കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പൂവൻ കുഞ്ഞുങ്ങളാണ്. അത് നമ്മുടെ വീട്ടാവശ്യത്തിന് കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് വളർത്തുന്നതാണ്. ഇപ്പം നമ്മൾ ഗ്രോവറും ചോളത്തവിടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക്. പിന്നെ നമ്മുടെ ഈ പൂവൻ കുഞ്ഞുങ്ങളെ ഈ ഗ്രോവറിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും വേറൊരു കൂട്ടിലേക്ക് മാറ്റും. അപ്പോൾ അവർക്ക് പിന്നെ നമ്മുടെ നാടൻ തീറ്റകളൊക്കെ കൊടുത്ത് അവരെ വളർത്താൻ പറ്റും. പിന്നെ നമ്മുടെ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് തീറ്റ പാത്രവും അതുപോലെ വെള്ളം കൊടുക്കുന്ന പാത്രമൊക്കെ കയറ് വെച്ച് ഉയർത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വന്ന് തീറ്റ കഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ ഇറക്കപ്പൊടി കുറച്ച് വീണിരുന്നു. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ വെള്ളം അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എപ്പോഴും കോഴിക്ക് കൂടിനകത്ത് വെള്ളം കിട്ടിക്കൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ കോഴിക്കൂടൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ വലിയ പൈസയൊന്നും ആവില്ല കേട്ടോ. ഒരു 50 കോഴിക്ക് ഒരു ഡ്രിങ്കർ മതിയാകും. ഞാനിവിടെ 2 കൂട്ടിലും ഓരോ ഡ്രിങ്കർ വീതമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലെ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം നമ്മളില്ലെങ്കിൽ പോലും നമുക്ക് ഈ വെള്ളം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ കോഴികൾക്ക്. അപ്പോൾ വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ് കേട്ടോ കോഴി വളർത്തുന്നവർക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ വാക്സിനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. 42 ദിവസത്തെ പ്രായമുണ്ട് ഇവർക്ക്. ആ ടൈമിലാണ് നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ വെള്ളത്തിനകത്ത് എല്ലാ ദിവസവും നമ്മൾ നാടൻ മരുന്നുകൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.